ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മൾ തെന്മല എക്കോ ടൂറിസത്തിലേക്ക് വന്നത് കേട്ടോ. ആദ്യം തന്നെ കല്ലട ഇറിഗേഷൻ പ്രൊജക്ട് കാണാൻ വേണ്ടി വന്നേക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ. ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ സൈഡിൽ നമുക്ക് ഇവിടെ എന്തൊക്കെ കാണാം, എന്തൊക്കെ ചെയ്യാന്നുള്ള സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ പോയി ചോദിച്ചത് ബോട്ടിംഗ് ആണ്. പക്ഷെ ബോട്ടിങ്ങിന്റെ ടൈം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 3:30 നമ്മൾ എത്തിയപ്പോൾ അപ്പം നേരത്തെ വരണം കേട്ടോ ബോട്ടിങ്ങിന്. അപ്പോഴത്തേക്കും വിചാരിച്ചു നമ്മൾ ഡിയർ റീഹാബ് എടുക്കാമെന്ന് വിചാരിച്ചു. ഡിയർ റീഹാബും അതുപോലെ അഡ്വഞ്ചർ സോണും കാണാൻ പോവാം. അതുകൂടാതെ കുറേ സംഭവങ്ങൾ, ഹാങ്ങിങ് ബ്രിഡ്ജ്, ചിൽഡ്രൻസ് പാർക്ക്, എലിവേറ്റഡ് വാക്ക് വേ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രണ്ടെണ്ണത്തിന് ടിക്കറ്റ് എടുത്തു. നമ്മൾ ആദ്യം കാണാൻ പോയത് 10 രൂപ കൊടുത്തിട്ട് ഈ കല്ലട ഡാം പ്രൊജക്ട് കാണാൻ പോവുകയാണ്. അത് ഗാലറി കയറിയിട്ട് നമുക്ക് മോളിൽ നിന്ന് കാണാം. അപ്പം നല്ലൊരു 3 മണി സമയമാണ് കേട്ടോ. 3 മണി 2 മണി 3 മണി സമയമാണ്. നല്ല വെയിലാണ്. അപ്പോൾ ആൾക്കാർ കൂടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗാലറിയിലേക്ക് പോവുകയാണ്. നടത്തമാണ്, ഈ നടത്തമാണ്. അപ്പോൾ കയ്യിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമയത്ത് നിങ്ങൾ വെള്ളം എടുത്തോണം. ജ്യൂസ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. വെള്ളം കയ്യിലെടുത്തോണം. ഇഷ്ടംപോലെ വെള്ളം കുടിച്ചോളണം. അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേക്കും തലവേദനയും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ കുറേ പടികളൊക്കെ കയറി നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വിശ്രമിക്കാം. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് തെന്മല എന്ന് പറഞ്ഞാൽ. ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഒന്നും ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. എനിക്ക് അപ് ടു ദ മാർക്കായിട്ട് തോന്നിയില്ല. കുറച്ചും കൂടെ നല്ല രീതിയിൽ അവർക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ കല്ലട ഡാം പ്രൊജക്റ്റിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഗാലറിയിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് പോലീസ് കാരൊക്കെ അവിടെ ഇരിക്കുന്നത്, ഗാർഡൊക്കെ അവിടെ ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയയാണ് കേട്ടോ. കാര്യം നമുക്ക് അവിടെ നിന്നിട്ട് ഈ കല്ലട നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വെയിലത്ത് നല്ല കാറ്റ്, ഈ ഡാം കെട്ടി നിർത്തിയ സ്ഥലത്ത് നല്ല നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഞാൻ സൈഡായി. കാര്യം അത്രമാത്രം ചൂടുണ്ട്. സൈഡായി, ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിച്ചു. പക്ഷേ എനിക്ക് വയ്യാണ്ടായി. ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. കാര്യം നമുക്ക് ഇനി കുറച്ച് 2-3 സ്ഥലങ്ങളും കൂടെ കാണാനുണ്ട്. അപ്പോൾ ഇവിടെ മുകളിൽ നിന്നിട്ട് താഴേക്ക് നമുക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത്. ഡാമിൽ വെള്ളമൊന്നും തുറന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഇറിഗേഷൻ ഡാമാണിത്. ഇലക്ട്രിസിറ്റി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തിരിച്ച് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഇഷ്ടംപോലെ ബസ്സുകളും ഇഷ്ടംപോലെ യാത്രക്കാരും. അതിനകത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരെയും കണ്ട് സംസാരിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. ഇടയ്ക്ക് നമുക്ക് ബാത്റൂമിലൊക്കെ പോകണമെന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അഡ്വഞ്ചർ സോണിലാണ്. ഈ അഡ്വഞ്ചർ സോണിൽ 150 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അപ്പോൾ ആദ്യം വാക്ക് വേ ആണ്. ഇങ്ങനെ ഇതിനിടയിൽ കൂടെ വാക്ക് വേ പോയിട്ട് നമുക്ക് തിരിച്ച് താഴെ കൂടെ ഇറങ്ങി വരാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ വാക്ക് വേ ഇതാ ഇങ്ങനെ കാണുന്നു. ഇവിടെ കുറച്ചും കൂടെ മഴക്കാലത്ത് വരാനായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ആ ഒരു ഇതുണ്ട്, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ആ ഒരു ഭംഗി കുറവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് കയറുകയാണ്. പടികളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാം. ആൾക്കാർ ഒരു സത്യം പറഞ്ഞാൽ മീഡിയം കുറച്ച് ആൾക്കാർ എനിക്ക് കുറവായിട്ട് തോന്നി അഡ്വഞ്ചർ സോണിൽ കേട്ടോ. അത്രയും പ്രതീക്ഷിച്ച ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാട് പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ, കാട് തന്നെയാണ്. ഇനി നമ്മൾ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. അഡ്വഞ്ചർ സോണിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ കാട് പോലെ തന്നെ ഫീൽ ചെയ്യും. ഇടയ്ക്ക് നമുക്ക് മലയണ്ണാനെയൊക്കെ കാണാൻ സാധിച്ചു. അതിനെല്ലാം കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി നമ്മൾ അഡ്വഞ്ചർ സോണിലേക്ക് എത്തുകയാണ്. അപ്പോൾ അഡ്വഞ്ചർ സോണിൽ നമ്മൾ വിചാരിച്ച അത്രയൊന്നും എനിക്ക് ഭയങ്കരമായിട്ടൊന്നും അവിടെ കാണാൻ സാധിച്ചില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ 150 രൂപ കൊടുത്ത ആൾക്കാർക്ക് ചെയ്യാം. ഇതിലൊക്കെ ഞാൻ ചാടിക്കേറി എനിക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് മനസ്സിലായത് കുനിഞ്ഞു കിടന്നാലേ അതിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ മുട്ടിൽ നല്ല പെയിൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പറ്റിയില്ല. അപ്പോൾ ഷെബീസ് അതിന് പകരം കയറി കുനിഞ്ഞു കിടന്ന് വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പം ഇത് നമുക്ക് സാധാരണ നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാം. ബാക്കി ഞാൻ വേറെ ഒന്നും അവിടെ കണ്ടില്ല കേട്ടോ. ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ പേ ചെയ്യണം. ഓരോരുത്തർ സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യണം. വെള്ളം കുടി അത്രമാത്രം ക്ഷീണവും വിയർപ്പുമാണേ. ഭയങ്കര വെയിലാണ്. നമ്മൾ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ബോട്ടിംഗ് ഒക്കെ, പെഡൽ ബോട്ടിംഗ് ഒക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതിന് ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. അപ്പോൾ ഗപ്പിയൊക്കെ ഉണ്ട്, കുറച്ച് വലിയ മീനുകളും ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ കുറച്ച് നേരം കണ്ടുകൊണ്ട് നിന്നു. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ എക്സ്ട്രാ ഉണ്ട്. അതായത് ഈ കയറിൽ കൂടെ ഇങ്ങനെ മുകളിലോട്ട് കയറുക, അതൊക്കെ ഉണ്ട്. അതിൽ കൂടെ കുഞ്ഞിനെയൊക്കെ കയറ്റിയിട്ട് നമ്മൾ തിരിച്ച് ഡിയർ റീഹാബ്, ഇവിടെ നിന്ന് ഒരു 1-2 കിലോമീറ്ററാണ് ഡിയർ റീഹാബ്. ഇത് 50 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ ഇവിടെ പുള്ളിമാൻ, കലമാൻ, അതേപോലെ തന്നെ മ്ലാവ്, ഇതിനെയൊക്കെ കാണാൻ സാധിക്കും. ഇവരിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവർ ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിൽ തന്നെ. അപ്പോൾ ഇവർ ഫുഡ് വന്ന് കഴിക്കും. അപ്പോൾ നമുക്ക് ഇവരെ കാണാനും പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ മ്ലാവിനെയും പുള്ളിമാനെയൊക്കെ കണ്ട്, പുള്ളിമാന് ഭക്ഷണം ഇങ്ങനെ ഇലയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വന്ന് കഴിക്കുകയും ചെയ്തു. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് അടുത്ത് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഊഞ്ഞാലും കുറച്ച് ചിൽഡ്രൻസ് പാർക്ക് പോലെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അവിടെയും വെൽ മെയിൻറ്റൈൻഡ് ഒന്നും അല്ല കേട്ടോ. മൊത്തത്തിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിലൊന്നും പോയില്ല. എന്നാലും എനിക്കൊരു ആവറേജ് ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ പോയവരെല്ലാം അഭിപ്രായം പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.